എത്ര ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് വന്നാലും സെയിൽസ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എന്നും നിലനിൽക്കുന്നതാണ്. അതിന് റെഗുലറൈസ് ചെയ്ത് ലേണിംഗ് വേണം. നമ്മൾ അവസരം അറിഞ്ഞിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് കാണത്തുള്ളൂ. ഫസ്റ്റ് യു ലേൺ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ വൈഡ് ആയിട്ടുള്ള അവസരങ്ങൾ വേണം. റൈറ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രൊഫഷണൽ ഒരു കാഴ്ചപ്പാടില്ലാത്ത കമ്പനിയുടെ അണ്ടറിൽ നിന്നാൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ആദ്യമായിട്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീഴ്ചകൾ പറ്റണം. ഫെയിൽ ബെറ്റർ. സെയിൽസിലൂടെ ഒരിക്കലൊരു മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു പ്രൊഫഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരില്ല. ബിസോൾ ബിസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഹുൽ വാമദേവൻ. നമ്മളിന്ന് സംസാരിക്കുന്നത് സെയിൽസിനെ കുറിച്ചാണ്. സെയിൽസ് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടല്ലേ? ഓരോ നിമിഷവും നമ്മൾ സെയിൽസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ രാഹുലിനടുത്ത് സെയിൽസാണ് ഇൻഫാക്റ്റ് നടക്കുന്നത്. സൈക്കോളജി എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ സെയിൽസ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ വീടുകളിൽ സെയിൽസ് നടക്കുന്നു, ഓഫീസുകളിൽ സെയിൽസ് നടക്കുന്നു, പൊതു ഇടങ്ങളിൽ സെയിൽസ് നടക്കുന്നു. എന്താണ് സെയിൽസിൻ്റെ സൈക്കോളജി? ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒരാശയം ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ നീഡ് വളരെ സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊസീജിയറാണ് സെയിൽസ്. എല്ലാവർക്കും സെയിൽസ് സാധ്യമാവുമോ? എല്ലാവരും സെയിൽസ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. ഇല്ലേ? എന്നാന്ന് വെച്ചാൽ കരയുന്ന കുഞ്ഞിനെ പാലുണ്ട്. അവിടെ തന്നെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നീഡാണ് കാണിക്കുന്നത്, അവിടെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ പോകുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് സെയിൽസ് വരുന്നത്. ശരിയല്ലേ? അതെ. കാലത്തിന് മുന്നേ സഞ്ചരിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ സെയിൽസ് എന്താണ്, എങ്ങനെ ചെയ്യണമെന്നും അതിനെ ഓരോ പർട്ടിക്കുലർ ഏരിയയും എങ്ങനെ കവർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കാര്യം ഏരിയയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് സെയിൽസിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതും സെയിൽസിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ സെയിൽസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് നമ്മൾ ബിസോൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ബിസോള് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊന്നാണ് NLP ബേസ് ചെയ്തിട്ടുള്ള സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാംസ്. സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പാഷൻ അനുസരിച്ച്, നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് നമ്മൾ അതിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുക. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും വിജയങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറൈസ് ചെയ്ത് നിൽക്കുന്നത്. ഒരു സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന ഒരു ഡെസിഗ്നേഷൻ ഒരു പ്രൊഫഷണൽസിനാണ് എത്തിച്ചേരണമെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ആ ഒരു ഇൻഡസ്ട്രിയോട് അതീവ പാഷനോടെ നിലനിൽക്കുകയും വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂക്ക എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ 30-35 വർഷങ്ങൾക്ക് മുമ്പേ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന രീതിയിൽ മനസ്സ് പ്രാപ്തമാക്കുകയും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ത്യജിക്കുകയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ മൂല്യത്തോടുകൂടി പ്ലേസ് ചെയ്യാനും സാധിച്ചതിനാലാണ് ഇന്നും ഏറ്റവും വലിയ ഹിറ്റുകൾ തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ച് ഇവോൾവ് ആകുന്ന സെയിൽസ് സിസ്റ്റം, പീപ്പിൾസ് മൈൻഡ് അത് മാനേജ് ചെയ്യാനും അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നോളജും പ്രോപ്പർ വിസ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ഓൺലി ത്രൂ കൺസിസ്റ്റൻറ്റ് ലേണിംഗ് ആണ്. ഇതിന് നമുക്ക് വേണ്ടത് നല്ല ഹാബിറ്റ്സാണ്. ഈ ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ഒരു സെയിൽസ് സിസ്റ്റം എന്ന് പറയുന്നത് എത്ര പ്രോഡക്ട്സുകൾ ഉണ്ടായിക്കോട്ടെ, എത്ര സർവീസുകൾ ഉണ്ടായിക്കോട്ടെ, ഇത് വിൽക്കപ്പെടാത്തിടത്തോളം കാലം ദർ ഈസ് നോ റിസൾട്ട്. ഇത് വിൽക്കപ്പെടണം. സോ എത്ര ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് വന്നാലും സെയിൽസ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എന്നും നിലനിൽക്കുന്നതാണ്. അതിന് റെഗുലറൈസ് ചെയ്ത് ലേണിംഗ് വേണം. എങ്കിലാണ് സെയിൽസ് സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്കവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു വൈഡായിട്ട് നമ്മൾ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഈ സെയിൽസിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആ സെയിൽ ചെയ്യുന്ന ആളിൻ്റെ കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി, അക്സെപ്റ്റൻസ്, അയാളുടെ പെർസെപ്ഷൻസ്, ഇതെല്ലാം അയാളുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം എല്ലാം ഘടകങ്ങളാണ്. ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു റിജക്ഷൻ, അതായത് ഇപ്പോൾ എല്ലാവരും റിജക്ഷനെ ഫേസ് ചെയ്യുന്ന ഒരേ ലെവലിലായിരിക്കത്തില്ല. പലരുടെയും അതിൻ്റെ ഒരു കപ്പാസിറ്റി, അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ റിജക്ഷൻ ഫേസ് ചെയ്യാൻ സെയിൽസ്മാനെ എങ്ങനെയാണ് നിങ്ങൾ പ്രാപ്തരാക്കുന്നത്?
മാം അതൊരു മോട്ടിവേഷൻ ഫാക്ടറിലൂടെ നമ്മൾക്ക് അവരോട് അഡ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാം റിജക്ഷൻ ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലോസിങ്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അത് വേണം, അതിനെക്കുറിച്ച് എന്തോ ദേ ആർ നോട്ട് വെരി മച്ച് ക്ലിയർ അബൌട്ട് ദാറ്റ്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. ആ റിജക്ഷൻ എന്ന് പറയുന്ന കാര്യം മീനിങ് ഫുള്ളായിട്ട് പ്രോപ്പർ പ്രൂഫ് ആൻഡ് ഫാക്ട്സോടുകൂടി അവരുടെ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, there is no rejections. ഓക്കെ, UAE അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നോക്കുകയാണെങ്കിലും ജോലി കിട്ടാൻ എളുപ്പം സെയിൽസ് ആണെന്ന് കരുതി സെയിൽസിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ സെയിൽസുമായിട്ടൊരു പാഷൻ ഇല്ലെങ്കിൽ, സെയിൽസ് ചെയ്യാനുള്ളൊരു ഉള്ളിലൊരു ആഗ്രഹം ഇല്ലെങ്കിൽ എങ്ങനെയാണ് സെയിൽസിനെ ഒരു ജോബായിട്ട് എടുക്കാൻ കഴിയുക? അവിടെ വിജയിക്കാൻ സാധിക്കുമോ? മാം, സെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ജോലിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ജോലിയല്ല അത് ടിപ്പിക്കലി ഈ സെയിൽസ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ പാഷനെ ബേസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഇപ്പം ഫോഴ്സ്ഫുള്ളി ഒരു വ്യക്തി സെയിൽസിൽ ജോയിൻ ചെയ്താൽ അവരെന്താ ചെയ്യുക? എൻ്റെ ഏറ്റവും അടുത്ത നോൺ സർക്കിളിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, എൻ്റെ ജോലി ഈ മാസം സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ക്യാൻ യു ബൈ ദിസ്? ആക്ച്വലി ഇതിൻ്റെ നീഡ് ആർക്കാ? എൻ്റെ ജോലി ഈ മാസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാൻ യു ബൈ ഫ്രം മീ? എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ബെനഫിറ്റ്സ് ഇതൊന്നും അറിയാതെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെയാണ് പറ്റാത്തതാണ്. അതിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങുകളോ കോച്ചിങ്ങുകളോ അവർ ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ എപ്പോഴും പറയുന്നത്. നമ്മൾ അവസരം അറിഞ്ഞിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് കാണത്തുള്ളൂ. ഫസ്റ്റ് യു ലേൺ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ വൈഡ് ആയിട്ടുള്ള അവസരങ്ങൾ കാണാം. ഇന്ന് ബിസോൺ എങ്ങനെയാണ് മാം വരുത്തിരുന്നത്? നമ്മളെപ്പോലെയുള്ള എല്ലാ പ്രൊഫഷണൽസും പല ദിക്കുകളിൽ കിടന്നതാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളും ഇത് ലോകത്തിന് ആവശ്യമുണ്ടെന്ന് ഒരു യുണീക്ക് ഐഡിയ ആണ്. കോൺസെപ്റ്റ് നമ്മൾ ഓപ്പണായി. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും നമ്മളിൽ നിന്ന് ദേ ആർ റെഡി ടു ബൈ. അവർക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരുടെ നീഡിനെ സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ സൊല്യൂഷൻസ് കൊടുക്കുക. മാർക്കറ്റിംഗ് ഒരുപാട് ഫ്ലറിഷ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, പല മെത്തേഡ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി അവിടെ കോംപ്രമൈസ് ചെയ്യാതെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സണ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു റൈറ്റ് പേഴ്സൺ ഇൻ റോങ് പ്ലേസ്. അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രൊഫഷണൽ ഒരു കാഴ്ചപ്പാടില്ലാത്ത കമ്പനിയുടെ അണ്ടറിൽ നിന്നാൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത് ആര് മനസ്സിലാക്കണം? എപ്പോഴും ഓൺട്രപ്രനർ മനസ്സിലാക്കണം, ഈ സെയിൽസ് പേഴ്സണും മനസ്സിലാക്കണം. അതായത് ആ ഒരു സെയിൽസ് പേഴ്സൺ പെർഫോം ചെയ്യണമെങ്കിൽ ഇന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റേഞ്ചിലാണെങ്കിൽ ഡിജിറ്റൽ മീഡിയ സപ്പോർട്ട് അവരുടെ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടോ? പ്രോപ്പറായിട്ട് ജിയോളജിക്കൽ പൊസിഷനിങ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഗൂഗിൾ റിവ്യൂസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റിമോണിയൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം ഇന്നത്തെ റീൽസുകളെല്ലാം സെക്കൻഡ്സുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. പണ്ട് 100% നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറും വെച്ച് കണ്ടപ്പോൾ ഇല്ല. അത് കാലം ഇത് മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരികയുള്ളൂ. അത് എൻ്റെ അർത്ഥം ഓവർ ഇൻഫർമേഷൻ നീഡ്സ് ടു സ്ട്രെസ് പീപ്പിൾ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഈ പറയുന്ന ഓൺട്രപ്രണറിൻ്റെ നോളജ് ലെവല് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നിടത്തും ഒരു നല്ല ലീഡറിൻ്റെ അണ്ടറിൽ പെർഫോം ചെയ്യാനേ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക. യെസ്, ഫൈൻഡ് ദ ബെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ്. ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു ഇൻഫ്ലുവൻസർ ആകണ്ടേ? ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അയാൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീഴ്ചകൾ പറ്റണം. ഫെയിൽ ബെറ്റർ, അതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യും. ഫെയിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾക്കൊരു വീഴ്ച സംഭവിച്ചു, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, നാളെ പിന്നെയും വീഴും വേറൊരു രീതിയിൽ. അതാണ് ഏറ്റവും ഫെയിൽ ബെറ്റർ, നല്ല രീതിയിലെ ഒരു വീഴ്ച. അവിടെ നിന്നും പഠിച്ചു. ഈ ഫെയിൽ ബെറ്റർ കോൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്താൽ എപ്പോഴും നമുക്ക് എന്താണ് വീഴ്ചകൾ പഠിത്തം അതിൽ നിന്ന് ഫെയിൽ ഉണ്ടാവുന്നു, പക്ഷേ കറക്ഷൻ ചെയ്ത് പോകുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ കറക്ഷൻ ചെയ്യുന്നത്, ആ നോളജ് എടുക്കുന്നതും ആ നോളജ് വിസ്ഡമാക്കി കൺവേർട്ട് ചെയ്യുന്നത് പ്രോപ്പർ കോച്ച്, മെൻറ്റർ, ട്രെയിനറിൻ്റെ ഗൈഡൻസിലായിരിക്കണം. അതെ. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ബെസോളിൽ സെയിൽസ്മാൻ്റെ ഗ്രൂമിങ് കൊടുക്കാറുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടുന്ന മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന നിരവധി
ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതാണ് എനിക്കൊരു മനസ്സിലേക്ക് ഓർമ്മ വന്നത്. സെയിൽസ് ഒരു നല്ല പ്രൊഫഷനാണ്. സെയിൽസിലൂടെ സാറ്റിസ്ഫൈഡ് ആകുന്ന ആൾക്കാരുടെ എണ്ണം കുറവല്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? സെയിൽസിലൂടെ ഒരിക്കലൊരു മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു പ്രൊഫഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരില്ല ആ ഒരു പ്രൊഫഷനിൽ നിന്ന്. സെയിൽസിൽ ഫ്രീഡമുണ്ട്. സെയിൽസിൽ മാത്രമാണ് ദേ ആർ റൈറ്റിംഗ് ദെയർ ഓൺ ചെക്സ്. അവരാണ് അവരുടെ ചെക്ക് എഴുതുന്നത്. കാരണം എത്ര രൂപ വേണം ബഡ്ജറ്റ് ചെയ്തു, അതിനുള്ള പ്രോസ്പെക്റ്റ് ചെയ്തു. എന്ത് ചെയ്യാൻ പഠിക്കണം? പ്രോസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം, സസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം, ലീഡ് ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഫണ്ടിങ് സിസ്റ്റം പഠിക്കണം, മോഡൽ മാർക്കറ്റിംഗ് പഠിക്കണം. ഇതെല്ലാം പഠിക്കുന്നതോടുകൂടി ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് പഠിക്കണം, റിജക്ഷൻസ് വന്നാൽ പഠിക്കണം. ഇതിലെല്ലാം ഉപരി നമ്മൾ പഠിച്ചിട്ട് നിന്നെങ്കിൽ കൂടി നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നോൺ പേഴ്സൺ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളും പറയുമ്പം ഇത് മനനം ചെയ്ത് നല്ലതെന്ത് മോശമെന്ത് എന്നും നമ്മൾ നോളജിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സക്സസ് കൺഫേം ആണ്. അവിടെ സക്സസ് റേഷ്യോ ആ റേഞ്ചിൽ കൊണ്ടുപോകാൻ ബിസോൾ ഗ്യാരണ്ടി ചെയ്യുന്നതിനാണ്, ആ റേഞ്ച് കയറ്റുന്നതിനാണ് സെയിൽസ് സൂപ്പർ സ്റ്റാർ കോച്ചിങ് മോഡ്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബിസോളിൽ ചെയ്യുന്നത് ഒരു മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷനാണ് സെയിൽസിൽ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി അവരെ ഗ്രൂം ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കുന്നത്. സോ സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് അതായത് ക്ലാസ് പ്രോഗ്രാമാണെന്ന് തന്നെ പറയണം. കാരണം അത്രയും മികച്ചൊരു മോഡ്യൂളാണ് അതിൻ്റെ പിന്നിൽ നമ്മൾ നൽകുന്നത്. ട്രെയിനിങ് അങ്ങനെ തന്നെ. ഞാൻ രാഹുലിനോട് ചോദിക്കുന്നത്, യങ്സ്റ്റേഴ്സിന് പുതുതായിട്ട് വരുന്ന ആൾക്കാർ നമുക്ക് എങ്ങനെ ഈ സെയിൽസ് സൂപ്പർ സ്റ്റാറിലേക്ക് അവർക്ക് എങ്ങനെ ആക്സസ് കിട്ടുമെന്നുള്ളതാണ്. സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ഒരു കോച്ചിങ് ആയിട്ടുമുണ്ട്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ചെയ്യാറുണ്ട്. കോച്ചിങ് എന്ന് പറയുന്നത് ഒരു 1 year ഡ്യൂറേഷനിൽ ഒരു പ്രസ്ഥാനത്തിൽ, ഒരു ഓൺടർപ്രണർഷിപ്പിൽ എത്രത്തോളം എങ്ങനെയാണ് അവിടെ റിസൾട്ട് ഉണ്ടാക്കട്ടെ, അവിടുത്തെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ടീമിനെ എങ്ങനെയായി സൂപ്പർ സ്റ്റാറായി പ്ലേസ് ചെയ്യാം. അത് ഒരു ഓൺടർപ്രണർ ലെവലിൽ, അതല്ലാതെ ഒരു ട്രെയിനിങ് ലെവലിലുണ്ട്. അതായത് അവർക്ക് നോളജ് കിട്ടി, ആ ഒരു പ്രോപ്പർ വിസ്റ്റത്തിലൂടെ അവർ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോത്ത് ഉണ്ടായി തുടങ്ങും. ഇതിന് നമ്മൾ ട്രെയിനിങ് സെഷൻസ് ഉണ്ടാക്കാറുണ്ട്, 2 to 3 days ഉള്ളത്. അത് 2 days പിന്നെ നമ്മൾ ഓഫ്ലൈനും 1 day ഓൺലൈനുമായിട്ട് ഒരു 2 to 3 hours. അതാണ് നമ്മളുടെ സ്ട്രാറ്റജി. കാരണം ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ പഠിക്കും തോറും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. സെയിൽസിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആകുക, അല്ലെങ്കിൽ നമുക്ക് വേറെ ആളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അബ്യൂസീവ് ലാംഗ്വേജസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ട് സെയിൽസ് നടത്തുക, സെയിൽസ് ട്രെയിനിങ്ങിനെ കുറിച്ച് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് ആധികാരികമായി പറയുന്ന ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്യുക. അത് ആധികാരികമല്ല എങ്കിൽ പോലും ഇതാണ് ശരി എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ഒരു സെയിൽസിൻ്റെ പ്രോസസ്സിൽ അറിവുള്ള ആൾക്കാർ കാലത്തിന് മുന്നേ നമ്മളിലും സ്മാർട്ടായിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, ലോങ്ങർ റണ്ണിങ് റിസർച്ചും ലേണിങ്സും നടത്തിയിരിക്കുന്ന ആൾക്കാർ ഒരിക്കൽ പോലും അവരുടെ അൺഎത്തിക്കലായിട്ടുള്ള വേർഡുകളോ ഒരു സ്ട്രാറ്റജിയോ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, കുറച്ച് നാളത്തേന് കുറച്ച് ആൾക്കാരെ നമുക്ക് പറ്റിക്കാനും കളിപ്പിക്കാനും പറ്റും. പക്ഷേ എല്ലാ സമയത്തും എല്ലാ ആൾക്കാരും പറ്റിക്കാനും കളിപ്പിക്കാനും പറ്റില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം സെയിൽസിൽ ഇറങ്ങാൻ. 1. 2, ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൂപ്പർ ഹീറോസ് ട്രോളന്മാരാണ്. ട്രോളന്മാരെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ നാക്കുപിഴകൾ, ചെറിയ കാര്യങ്ങൾ സിനിമയിലെ ഓരോ ക്ലിപ്പിങ്സുമായിട്ട് വെക്കുമ്പോൾ അതിന് കൂടുതൽ അറ്റൻഷൻ കിട്ടും. അപ്പോൾ അത് ഇവരുടെ ബോധപൂർവമുള്ള കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമാണ്. അതങ്ങനെ മനസ്സിലാക്കാവുന്നു. അവരും നല്ലവരായിട്ട് നല്ല കോൺസെപ്റ്റുകളാണ് പറയുന്നത്. പക്ഷേ അവർ ഈ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്ത് പോകുമ്പോൾ വരുന്നവർക്ക് റോങ് മെസ്സേജായിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളത്. ഇതൊരു ബ്രാൻഡിങ് അല്ലേ സത്യത്തിൽ? 100% ബ്രാൻഡിങ് ആണ്. 100% ബ്രാൻഡിങ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുമ്പോഴാണല്ലോ നോർമൽ ഒരു കാര്യം വളരെ നമ്മുടെ ഗുരുക്കന്മാർ പിലിസ് മാം പഠിച്ചതും നമ്മൾ പഠിച്ചതുമായിട്ടുള്ള വിജയൻ സാറ് പോലുള്ള ആൾക്കാർ, അല്ലെ ബ്രെയിൻ റൈസ് പോലുള്ള ആൾക്കാർ, ഇവരെ പോലുള്ള ആൾക്കാർ നമ്മളിൽ നിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് സത്യസന്ധമായിട്ടും മൊറാലിറ്റി കീപ്പ് ചെയ്തും എത്തിക്സ് കീപ്പ് ചെയ്തും പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളിലും കൂടുതൽ വ്യൂവേഴ്സും ഫോളോവേഴ്സും കിട്ടുന്നത് ഈ പറയുന്ന സൈഡിലൂടെ പോകുമ്പോഴാണ്. പക്ഷേ അത് ഒരിക്കലും ഇറ്റ്സ് എ സ്ട്രാറ്റജി. അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്.
അത് സക്സസ്സിലേക്കുള്ള അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് മാത്രം. ഓക്കെ. ജീവിതത്തിൽ ഇമോഷൻസിന് വളരെ വലിയ പ്രാധാന്യമുണ്ടല്ലേ? സന്തോഷമുള്ള ഇമോഷനാണെങ്കിലും സങ്കടമുള്ളതാണെങ്കിലും എല്ലാത്തിനും. സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? ഒരു ഫ്ലൈറ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്ത് ലാൻഡ് ചെയ്യുന്ന പോലെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്ട്രാറ്റജീസ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് മൊഡ്യൂളിലുണ്ട്. അതിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ക്ലോസിങ്ങിന് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റീസ് എന്ന് പറയാമോ? നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. കാരണം ഇപ്പം ഞാൻ ഡിസ്വാമിന് ഒരു പ്രോഡക്റ്റ് തരികയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് ആണ് എന്ത് നമ്മുടെ മെൻ്റൽ തോട്ട് പ്രോസസ്സ് ഏത് റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ അത് എന്താണ്, കണ്ണ് ഇടത്ത് സൈഡിലേക്ക് മേലിലേക്ക് പോയാൽ, വലത്ത് സൈഡ് താഴേക്ക് പോയാൽ, ഈ സൈഡിൽ പോയി എന്താണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവർ അറ്റൻഷൻ നമുക്ക് തരുന്നില്ലെങ്കിൽ അവർ നമ്മൾ മനസ്സിലാകും. അപ്പോൾ അവിടെ എന്തോ ഒരു കാര്യം ലാക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത എല്ലാ നീഡ്സും ഫുൾഫില്ലായി ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അവിടെ പീപ്പിൾസ് മൈൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം മനസ്സിലാക്കി തന്നെ നമ്മൾ ആ സെയിൽസിന് ചെയ്യണം. അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, തുടക്കം തൊട്ട് എങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നത്. കാരണം പല ബിസിനസ്സുകളിലും പല ക്ലോസിങ്ങിലും വരുന്നത് പേഴ്സണൽ ഡോക്യുമെൻ്റ് ചോദിച്ച് തുടങ്ങുമ്പോഴാണ് ഹെസിറ്റേഷൻ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ചോദിക്കാം, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം, അതുപോലെ മറ്റൊരു സ്റ്റാറ്റസ് ചോദിക്കാം. അങ്ങനെ പല സ്റ്റാറ്റസുകൾ ചോദിച്ചു വരുമ്പോൾ അവർക്കൊരു ഹെസിറ്റേഷനാണ്. അത് ചിലപ്പോൾ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടായിരിക്കാം അവർ തരുന്നത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണ്ടേ? ഇപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിരുന്നു. ഇതുപോലെ തന്നെ വളരെ ഒരു കീ ഏരിയ തന്നെ ടെലികോളേഴ്സ്. ഈ ടെലികോളേഴ്സിൻ്റെ മിസ്ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ പോരെ. അത് എന്താണെങ്കിലും അത് ഈ മാർക്കറ്റിലുണ്ട്, അത് നമ്മൾ പോയി ഇറങ്ങുന്നു വരും. അതൊരിക്കൽ പഠിച്ചാൽ then things will become very easy. പേഴ്സണലി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സെയിൽസിൽ ടെക്നിക്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, NLP ഉണ്ട്. പക്ഷേ സെയിൽസ് ചെയ്യുന്ന ആൾ ജെന്യുവൻ ആയിരിക്കണ്ടേ? സെയിൽസ് ചെയ്യുന്ന ആൾ ജെന്യുവൻ ആയിരിക്കണം എന്നുള്ളത് അറിവ് നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ജെന്യുവിനിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് വരികയാണ്. അറിവില്ലാത്ത ആൾക്കാർക്കാണ് ജെന്യുവിനിറ്റി കുറേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചെറുപ്പകാലങ്ങളിൽ നമ്മൾ മണ്ണുവാരി കളിക്കുകയും മണ്ണുവാരി തിന്നുകയും ചെയ്യും. പ്രായമാകുമ്പോൾ നമ്മളത് ചെയ്യില്ല. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അറിവ് നമുക്ക് വരുന്ന എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ നമ്മളെ വളരെ അവിടെയുണ്ട് ഇന്ന റെഫറൻസ് ചെയ്യാൻ കൊടുക്കാം, റെക്കമെൻഡേഷൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റെക്കഗ്നിഷന് വേണ്ടി നമ്മൾ ആ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെയാണ് ഓട്ടോമാറ്റിക്കലി നമ്മളത് ബിൽഡ് ചെയ്തുകൊണ്ട്. അതെ, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ധാരാളം ആൾക്കാർ സ്ട്രെസ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്, കൺസൾട്ടേഷന് വരാറുണ്ട്. യങ്സ്റ്റേഴ്സ് കൂടുതൽ വരുന്നത് അവർ സെയിൽസിൽ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? സെയിൽസിൽ വരുന്ന സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും അറിവ് കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്കത് പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ടുള്ള ലേണിംഗ്, അതായത് എങ്ങനെ പ്രോസ്പെക്റ്റ് ചെയ്യാം, എങ്ങനെയാണ് സസ്പെക്റ്റ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിന് വേണ്ട ലേണിങ്സ് എന്താണെന്ന് വളരെ ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ് എങ്കിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്നുണ്ട്, ഫെയിൽ ബെറ്റർ എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മളത് ഏറ്റവും നന്നായിട്ട് ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് വരും. കാരണം ഗോള് സെറ്റ് ചെയ്യുക, ഗോള് സ്പ്ലിറ്റ് ചെയ്യുക, ആ ഗോള് ഹിറ്റ് ചെയ്യുക. ഈ ഒരു 3 പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാതെയും പഠിക്കാതെയും ആ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഈ പറയുന്ന സ്ട്രെസ്. അതെ, നമ്മൾ ബിസോളിൽ അതിലെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളും അതുപോലെ പോസിറ്റീവ് ഹാബിറ്റ്സ് കൾച്ചറും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി തെറാപ്പീസ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് സെയിൽസ് പ്രോഗ്രാമിൽ നമ്മളെ ബിസിനസ് കോച്ചിങ്ങിലാണെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം തന്നെയുണ്ട് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നതിന്. അതിൽ ആ ഒരു സ്ട്രെസ്സിൽ ലെവൽ ഓഫ് സ്ട്രെസ്സ് നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ഡീൽ ചെയ്യുന്നത്.
മജോറിറ്റി ഓഫ് കേസസിലും സംഭവിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ ഒരിക്കലും അവർ അറിഞ്ഞത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് സ്ട്രെസ് മാറും. അതല്ലാതെ ഭയങ്കര എക്സ്ട്രീമായിട്ടുണ്ട്. അത് ഒട്ടുമിക്ക കേസുകളിലും അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സൈക്കോളജി പരമായിട്ട് ലിസ്മാം ആൻഡ് റിസർച്ച് ടീമും ലിസ്മാമിൻ്റെ ടീമുകളും ബിസോളിൻ്റെ സെയിൽസ് ടീമുകളുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹ്യൂമൻ റിലേഷൻഷിപ്പ് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്, നല്ല ലിസണർക്ക് ഒക്കെ നല്ല സെയിൽസ്മാൻ ആകാം. അപ്പോൾ ആ തരത്തിലുള്ള സ്കിൽസും കോമ്പിറ്റൻസീസുമാണ് എപ്പിസോഡിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് സെയിൽസ് സൂപ്പർ സ്റ്റാറിലൂടെ. ഈ ഒരു എപ്പിസോഡിലൂടെ സെയിൽസിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച രാഹുൽ വാമദേവന് എല്ലാ ആശംസകളും. എപ്പിസോഡിൻ്റെ ഭാഗത്ത് എല്ലാവരും ഒരുമിച്ചുള്ളതാണ്, എന്നാൽ കൂടി സെയിൽസിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം കൂടുതൽ മൂല്യമുള്ളതാകട്ടെ എപ്പിസോഡിലൂടെ. താങ്ക് യു സോ മച്ച്.